വരട്ടെ. അടുത്ത ചോദ്യം പറ്റേ. വഅലൈക്കും അസ്സലാം. വരട്ടെ. ഇത്ര ഇമാമുമാര്, അതെ, ധാരാളം ഇമാമുമാര് നബിദിനം കഴിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തു. അടിപൊളി. അതാണ് അടിച്ചാപ്പൊളി അറിയാം. അതായത് ചോദ്യം മനസ്സിലായി? എന്താണ് അവരുടെ ചോദ്യം? ധാരാളം മഹാന്മാർ നമ്മളെ പരിശോധിച്ചാൽ എത്രയോ ഡസക്കണക്കിന് മഹാന്മാർ നബിദിനം കഴിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര കൂലിയുള്ള കാര്യമാണ്, അത് കഴിക്കേണ്ടതാണ്. എന്നിട്ടും വഹാബികൾ എന്താ കഴിക്കും? എനിക്കും തന്നെ ചോദിക്കുള്ളൂ. അതായത് ശരിക്ക് ഞാൻ ആലോചിക്കുമ്പം ഓല നബിദിനം കഴിക്കേണ്ടി മനസ്സിലായി. അതായത് സുന്നികളിഞ്ഞ് കഴിച്ചില്ലാന്ന് വെക്കുക, സങ്കല്പിക്കുക. സുന്നികൾ നബിദിനം കഴിച്ചില്ലാന്ന് വെച്ചാലും വഹാബികളാണ്, വഹാബികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കമ്പനി മൊത്തമാണ്, അവരാണ് നബിദിനം കഴിക്കേണ്ടത്. എന്തുകൊണ്ട്? എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച പെരുന്നാളാണ് നമുക്കറിയാം, ആഘോഷമാണെന്നറിയാം. ആ ആഘോഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്യണമല്ലോ അവര്, ആണോ അല്ലേ? എന്ത്? മലയാളത്തിൽ ഖുതുബ ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് നിങ്ങൾ ശരിക്കും കേൾക്കണത്, നമ്മൾ വളരെ നൈസായിട്ട് സംഗതികൾ പറയാ, അത് കേൾക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവരിപ്പോ നബിദിനത്തെ എതിർക്കാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞാണ്ടാണ്. അതിപ്പോ ഇമാമുമാർക്കൊന്നും മനസ്സിലായിട്ടില്ല, ആയിക്കോട്ടെ, അവർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാ വെള്ളിയാഴ്ച പെരുന്നാളാന്നിപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. ഈ വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളോ ചെയ്യാത്ത, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അന്ന് അറബിയിലാണ് ഖുതുബ ഓതിയത്. അപ്പൊ അതുപോലെ അറബികളായതുകൊണ്ടല്ലേ എന്ന് പറയാൻ പറ്റില്ല. അവിടെ സൽമാൻ ഫാരിസിയെ പോലുള്ള റളിയല്ലാഹു അൻഹു മറ്റുള്ള മഹാന്മാരുണ്ട്. പിന്നെ കേരളത്തിലേക്ക് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം വന്നിട്ടുണ്ടെന്ന് വഹാബികൾ അൽ ഇസ്ലാം എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലാണോ? അപ്പൊ അന്ന് ഇവിടെ കേരളത്തിൽ വന്നു, ഓല് 10-12 പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിലൊക്കെ അന്ന് മുതൽ ഇന്ന് വരെ അറബിയിലാണ് ഖുതുബ. ആ പള്ളിയിൽ എന്നാൽ ഈ വഹാബിൽ എടുത്ത പള്ളിയിലൊക്കെ മലയാളത്തിലാണ് ഖുതുബ. ഖുതുബ എന്ന് പറയുന്നത് ഇബാദത്താണ്. ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പോലത്തിലാണ്ടേ. കാരണം ഖുതുബന്റെ ആകെ തെളിവെന്തായാലും സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ച അതേമാതിരി നിസ്കരിക്കും, ഇതാണ് ഖുതുബന്റെ തെളിവ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു. അപ്പോ അവര് ഈ വെള്ളിയാഴ്ച പെരുന്നാളിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബികളോ, പിന്നെ വഹാബികളെ ഒരു പഴയ പുസ്തകം ഉണ്ടല്ലോ, എന്താണ് സെൽസുൽ ബൗൽ മൂത്രവർച്ച, മറ്റേ സെൽസബീൽ. ആ സെൽസബീലില് പിന്നെ ഉമർ മൗലവി എഴുതി വെച്ച ഖുതുബ, പിന്നെ പ്രസംഗമല്ലേ, പ്രസംഗം തിരിയണ്ടേ, അപ്പൊ ഖുതുബ തിരിയണ്ടേ എന്ന ഒരു സംഗതി അല്ലാതെ ഖുതുബ മലയാളത്തിലാക്കാൻ ഒരു തെളിവില്ല. അപ്പൊ നമ്മളെ വിഷയം ഖുതുബല്ല. ഞാൻ പറയുന്നത് ഈ ഖുതുബ മലയാളത്തില് റസൂൽ ഓതിയില്ല എന്നൊക്കെ അറിയാലോ, സ്വഹാബികൾ ഓതില്ല എന്നറിയാലോ, അന്യഭാഷയിൽ ഒന്നും ഓതില്ല എന്നറിയാലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയായിരുന്നു. എന്നിട്ട് പിന്നെ ഇവര് ഓതാൻ എന്താണോ തെളിവ്, നബിയും സ്വഹാബത്തും പഠിപ്പിക്കാത്ത രീതിയിൽ ഖുതുബ ഓതാൻ എന്താ പഠിപ്പിച്ചെടുത്തവരെ അല്ലെ? അപ്പം നമ്മളാണെങ്കിൽ അതിനെ എതിർക്കണവരാണ്. കാരണം ഖുതുബ അറബിയിലെ, ഖുതുബ ഇബാദത്താണ്, ആ ഇബാദത്ത് അറബിയിലായിരിക്കുന്ന ശർത്താണ്, അതിന് നിബന്ധനയാണ്. അപ്പോ നമ്മളതുകൊണ്ടാണ് മലയാളത്തിൽ ഖുതുബ ഓതുന്നത്. പക്ഷെ ഈ ഖുതുബ മലയാളത്തിൽ ഓതുന്ന ഈ സാധുക്കൾക്ക് എന്തുകൊണ്ട് നബിദിനം പിന്നെ എങ്ങനെ അവിടെ ചക്കരി ഇവിടെ കൊപ്പരി അങ്ങനെ അത് പറ്റില്ലല്ലോ, മനസ്സിലാട്ടോ? അവിടെ ചക്കരി ഇവിടെ കൊപ്പരി ആകാൻ പറ്റൂല. കാരണം നമ്മൾ കൊല്ലത്തിലൊരിക്കലും ഇപ്പൊ ഈ നബിദിനം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കവുമോ എല്ലാ വെള്ളിയാഴ്ച കഴിക്കണവരാണ്. എന്നാ ഓല് പറയണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും അനറബിയിലാണ് ഖുതുബ ഓതിയത്, അനറബിയിലെ ഖുതുബ ഓതിയത് ഓല് പറയണ്ടോ? ഇല്ല.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം 100% ഓൽക്കും ഞമ്മക്കൊക്കെ ഉറപ്പാണ്. അപ്പൊ നബിയും സ്വഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചെയ്യാത്ത ഒരു പ്രവർത്തനം എല്ലാ വെള്ളിയാഴ്ചയും പെരുന്നാളിന്റെ അന്ന് ആൾക്കാരെ വിളിച്ചുകൂട്ടി ഇബാദത്ത് വെള്ളിയാഴ്ച പള്ളിന്ന് ഈ ബിദ്അത്ത് ചെയ്യണ ഈ കൗമിന് നബിദിന് എന്ത് ബിദ്അത്താണ്? ഈ മുട്ടും കജ്ജില്ലാത്തവന് ചെറിയരില്ലാത്തവനെ കളിയാക്കണ പരിപാടി അത്. കാരണം ഒരാഴ്ച ചെയ്യണോലുണ്ട്. ഞാൻ പറഞ്ഞ പിന്നെ നിങ്ങളെ ചോദ്യം അതല്ല, നിങ്ങളെ ചോദ്യം എന്താണ്? പിന്നെ എന്തുകൊണ്ടാണ് വഹാബികള് പിന്നെ നബിദിനാകും ഇത്ര ഇമാമുമാര് പറഞ്ഞിട്ട് എന്താണ് കഴിക്കാത്തത്? അതുപോലെ മനസ്സിലൊന്നും ഉള്ളതുകൊണ്ടല്ല, തലയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതിന്റെ ഒരു മറുപടിയാണ്, ഉറപ്പനല്ലേ? കാരണം ഒരു സാൽവേഷൻ എന്ന് പറഞ്ഞ പരിപാടി നിങ്ങൾക്ക് ഉണ്ടാകും. സാൽവേഷൻ എന്ന് പറഞ്ഞ പരിപാടി, സെലഫി ഫസ്റ്റ് പറഞ്ഞ പരിപാടി, ഈ ഗാന്ധി ജയന്തി ശിശുദിനം എന്നൊക്കെ പറഞ്ഞ ഈ പരിപാടിക്കൊക്കെ ഈ ചങ്ങായിമാര് ടൗസറിട്ട് ചാടുണ്ട്. നമ്മൾ ആലോചിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയട്ടെ, ബർത്ത്ഡേ ആചരിക്കൽ, ഇപ്പൊ ആളുകളൊക്കെ ബർത്ത്ഡേ ആയിക്കണല്ലേ, ബർത്ത്ഡേ ആചരിക്കൽ ബിദ്അത്താണ്, ഗാന്ധി ജയന്തി ആചരിക്കൽ ബിദ്അത്താണ്, ഈ പിന്നെ നമ്മളെ സ്വാതന്ത്ര്യദിന ആഘോഷിക്കൽ ബിദ്അത്താണ്. അതൊക്കെ ബിദ്അത്ത് പറഞ്ഞാൽ അതൊക്കെ ഒരു പറഞ്ഞാൽ ബിദ്അത്തൊക്കെ പേച്ചതൊക്കെ നരകത്തിലാണ്, അതുകൊണ്ട് ഈ ടീമൊക്കെ നരകത്തിലാന്നാ പറയില്ലേ. സുൽത്താന്റെ കാലത്ത് ഇല്ലാത്തൊക്കെ പിന്നെ ബിദ്അത്താണ്, പിന്നെ അതൊക്കെ പേച്ചതാണ്. അതിന്റെ ആ ഹദീസിന്റെ മാനൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തോ ആവട്ടെ, അപ്പൊ നബി സല്ലല്ലാഹു ഇമാമുമാര് ഇവരൊക്കെ പറഞ്ഞിട്ടും ഇവർ ചെയ്യാതിരിക്കാൻ പ്രധാനമായ ഒരു കാരണം ഒന്നാമതല്ലേ അത്. രണ്ടാമത്തെ സംഗതി, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, അവരെ ഉള്ളിലുള്ള ഒരു നബി ഉണ്ടല്ലോ, ശരിക്കും ശ്രദ്ധിക്കണം, സുന്നികൾ ഇത് കേൾക്കണം. അവരെ ഉള്ളിലുള്ളൊരു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാ? എം അക്ബർ എന്ന ആളുണ്ടല്ലോ, അള്ളാഹിനെ കുറിച്ചൊക്കെ അയാളെ എഴുതി കാണും. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഈ എം അക്ബർ പറഞ്ഞാണ് ഒരു സാധാരണ അറബി പയ്യൻ, പിന്നെ ഇപ്പൊ നബിദിനം കഴിച്ചാൽ മനസ്സിലാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും 70 അല്ലെങ്കിൽ 100 തെറ്റ് ചെയ്യുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, ഇപ്പൊ ഇന്നിപ്പോ രാവിലെ ഇപ്പൊ നമ്മളിവിടെ ദിവസം എടുത്താൽ കുത്തിർന്ന് നമുക്ക് അതിന് ഒഴിവിട്ടില്ല, അങ്ങനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും 70ഉം 100ഒക്കെ തെറ്റ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞാൽ അത്ര. അപ്പൊ ഒരു ദിവസം 100 തെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് വഹാബി വരട്ടെ ചെയ്തില്ലാന്ന് നമ്മള് നൈസായിട്ട് കുളിപ്പിച്ചത് കൊടുത്തു. അത് കഴിഞ്ഞോൽക്ക് ഓര് പറയട്ടെ ഓല എഴുതിച്ചില്ലാന്ന്, ഓര് പിൻവലിച്ചു എന്നൊക്കെ പറയാം. അത് പിന്നെ ഓർക്ക് ഒരു പേടിയില്ല, 1000 കുതിരശക്തിയോടെ അത് 1000 കുതിരശക്തിയോടെ പിൻവലിക്കും, പിന്നെ ഓല് മുൻവലിക്കും, പിന്നെ അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ തീർന്നങ്ങനെ പോകും. അത് ആണെന്ന് പറഞ്ഞാലോ, ഈ പിന്നെ ദിവസവും 100 തെറ്റ് ചെയ്യുന്ന ഒരാള്, അപ്പം 365 ദിവസം ജീവിച്ച ഒരാള് എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാവും? അങ്ങനത്തെ ഒരാളെ പോലെ എന്ത് ചെയ്യില്ല, നബിദിനം കഴിച്ചില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ മനസ്സിലുള്ള, അതുകൊണ്ടല്ലേ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ ബന്ധമുണ്ട്. എന്താ ബന്ധം? കഴിക്കുകയാണെങ്കിൽ ഞമ്മളെ മുമ്പിൽ ഓല് കഴിക്കണം, അത് മനസ്സിലായി. കാരണം ഓല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്യാത്ത സംഗതി പെരുന്നാളിന്റെ വെള്ളിയാഴ്ചന്റെ അന്ന് എല്ലാ വെള്ളിയാഴ്ച പരസ്യമായിട്ട് ഇബാദത്തിന്റെ പേരിൽ ഇബാദത്തിൽ കൃത്രിമം കാണിച്ചാലോ അവര്. ആയിക്കോട്ടെ, ഓല് അത് കൃത്രിമല്ല എന്ന് പറയുന്നു, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനർബിയിൽ ഓതി എന്ന് പറയണം, അതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനർബിയിൽ ഓതിയിട്ടില്ല, എന്നാലും ഞങ്ങൾ ചെയ്യുന്നു, നബിനൊക്കെ ഇവിടെ ചെയ്തോളൂ. അപ്പൊ ഇത് പിന്നെന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്? നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി അത് അവരെ മനസ്സിലുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൈർ ചുങ്കത്തറാറിന് ഒരു കാക്കണ്ടേ, വഹാബിയുടെ ഒരു മൗലവിയാണ്. ഓൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് പറയാൻ എനിക്ക് പേടിന്റെ പക്ഷേ നമ്മൾ ഇക്കാര്യത്ത് ചെയ്യണം. അള്ളാഹു നമ്മളൊക്കെ അതുപോലത്തെ ചിന്തകൾ തൊട്ട് അള്ളാഹു കാക്കട്ടെ. മയമാക്ക എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു, വെറുതെ പറയണല്ല, ഇതൊക്കെ ജീവിക്കുന്ന തെളിവുകളല്ലേ. ഞാൻ ഈ പറഞ്ഞ ചങ്ങായി ഇപ്പോഴും ഉണ്ട്. മയമാക്ക മുമ്പ് സക്കരിയ സ്വലാഹി പ്രസംഗിച്ചിനി, ഏത് ലോക മുസ്ലിമീങ്ങൾ ആദരിക്കുന്നതാണ് പച്ചക്കുബ്ബ, മദീനത്തെ പള്ളി മുസ്ലിമീങ്ങൾ അടയാളമാണ്, കഅബ, റൗദ, അതൊക്കെ നമ്മൾ സിംബലുകളാണ്.
അതൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ തഖ്വയുള്ളതിന്റെ അടയാളാണ്. അതിനോടൊക്കെ ഒരു ബഹുമാനം തോന്നുന്നുള്ളത്. നമ്മൾ പള്ളിനോട് ബഹുമാനില്ലേ? പള്ളിനെ ആരാധിച്ചിട്ടാ പോയി കഅബന്റെ മുമ്പിൽ ആൾക്കാർ സുജൂദ് ചെയ്യില്ലേ? അപ്പൊ കഅബ അള്ളായിട്ടാ അല്ലെ അതിന്റെ ഉള്ളിൽ അള്ളാണ്ടായിട്ടാ? അല്ലല്ലോ. അതെന്താണ്? അതൊരു ആദരവാണ്. മലക്കളെ മുമ്പിൽ ആദം നബിന്റെ മുമ്പിൽ ആര് സുജൂദ് ചെയ്ത്? മലക്കൾ ആനബിക്കുള്ള സുജൂദ അല്ല, ആദം നബിക്കുള്ള ആദരവും അള്ളാഹ്ക്കുള്ള ആരാധനയുമാണ്. അപ്പൊ ആർക്കും മനസ്സിലാത്തത്? എന്നിട്ട് ഈ പച്ചക്കുപ്പ കാനമിനെങ്ങാനും ഭരണം കെട്ടി ആദ്യം 24 മണിക്കൂറിന് മുമ്പിൽ കാനമ് ചെയ്യുക, മദീനത്തെ പച്ചക്കുപ്പ അടിച്ചു പൊളിച്ച് തകർക്കലാണ്. ഇത് സക്കരിയ സ്വലൈഹ്. ഈ ഒരു വിശ്വാസമുള്ള ആള്, നമ്മളെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നജസ് തൊടൂല, ഇന്നമൽ മുശ്രിക്കൂന നജസ്സുന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് കാഫിറത്തായ, അതായത് ആമിന ബീവി റളിയല്ലാഹു അൻഹ ആരായിരുന്നു അവരുടെ വിശ്വാസത്തില്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാരായിരുന്നു. അവരൊന്നും ഏകദൈവ വിശ്വാസികളൊന്നും ഇവർ സമ്മതിക്കൂല. ആ ഗർഭപാത്രത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നത്. ഇത് ഇവരെങ്ങനെ ഇതിനെ കഴിക്കുക? അതിലിപ്പോ എന്താ? സാധാരണ ഒരാള്, സാധാരണ അറബി പയ്യൻ, സാധാരണ ഒരു മേമാക്ക എന്ന് പറയുന്ന ആ ഒരു ഈമാനുള്ള ആള്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ കഴിക്കാത്തത്. അല്ലെങ്കിൽ മറ്റുള്ള ഈ സംഗതികളൊക്കെ ഇമാമുമാരൊന്നും പറയണ്ട. ഒരു ഇമാമും പറഞ്ഞില്ലെങ്കിലും, ഇമാമ് പറഞ്ഞിട്ട് പിന്നെന്താ കഴിക്കാത്തത് നിങ്ങൾ ചോദിച്ച്? ഒരു ഇമാമും പറഞ്ഞില്ലെങ്കിലും ആര് കഴിക്കണം? വഹാബി കഴിക്കണം. പക്ഷെ അവന് കഴിക്കാത്തത് ഈ ഒരു വിശ്വാസമാണ്, അവരുടെ ഉള്ളിലെ വിശ്വാസം. മറ്റൊന്ന് മക്കളെ, ഇതിനൊക്കെ തൗഫീഖാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ റബീഉൽ അവ്വൽ വരുമ്പോൾ പരിപാടി എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മതം ഇങ്ങനെ പറയും. അപ്പൊ റസൂലുള്ളാഹി നമ്മൾ ഉറപ്പോ? റബീഉൽ ആഖിർ വന്നെന്താ പരിപാടി? ഷെയ്ഖ് ജിലാൻ റളിയല്ലാഹു അൻഹു അതിങ്ങനെ പറയും അല്ലേ? അതിങ്ങനെ പറയും. നമുക്കതൊരു ഹരാണ്, നമുക്കതൊരു എനർജിയാണ്, അവർക്ക് ഒരു അലർജിയാണ്. അതാണ് സംഭവം. അങ്ങനെ പിന്നെ ജമാഅത്തുൽ വന്ന ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയും. അത് നമുക്കൊരു ആവേശമാണ്. ഇവർക്ക് അപ്പൊക്കെ പണി, ഇത് പാടില്ല 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 പാടില്ല. ഇതിങ്ങനെ തൗഫീഖിന്റെ കുറവാണ്. അത് ചില ആളുകൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ് നമ്മൾ ദീൻ പറയുന്നു. അവര് അത് ശിർക്കാണ്, ഇത് ശിർക്കാണ്, ഇങ്ങനെ ശിർക്ക് ഇങ്ങനെ പറയുന്നു. തൗഹീദ്, നമ്മൾ തൗഹീദ് ഇങ്ങനെ പറയുന്നു. നമ്മൾ മദ്ഹ് ഇങ്ങനെ പറയുന്നു. ഓരത് പറയാൻ പാടില്ല എന്ന് പറയുന്നു. ഇതിൽ ഏതാ ശരിയെന്ന് തോനെ ആലോചിച്ച് തോനെ കിതാബിലൊന്നും വേണ്ട. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ ഒരു 3-4 കാരണങ്ങൾ പറഞ്ഞു. ഈ കാരണങ്ങളെ കൊണ്ടാണ് നമ്മളെ മുമ്പിൽ നബിദിനം കഴിക്കേണ്ടത് അവരായിരുന്നു. പക്ഷെ അവരുടെ വിശ്വാസം ഇങ്ങനെ ആയതുകൊണ്ടും തൗഫീഖ് ഇല്ലാതെ ആയതുകൊണ്ടും പിന്നെ അവരുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മധുരം, ഒരു മധുരം അവർക്ക് പേടിയാണ്. മുഹമ്മദ് പറയുന്ന അർത്ഥം എന്താ? സ്തുതിക്കപ്പെടുന്ന ആളത് മാത്രല്ല, കസറത്തുണ്ടാവില്ലേ, മുഹമ്മദല്ലേ, കൂടുതലായി ധാരാളമായി വാഴ്ത്തപ്പെടുന്ന ആൾ, കൂടുതലായി പ്രശംസിക്കപ്പെടേണ്ട ആൾ. പിന്നെ അത് ഇല്ലാതാക്കാനൊന്നും കഴിയൂല. ഓരോ കൊല്ലും പിന്നെ എന്താണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച്, നമ്മളിപ്പോ ചെറുപ്പത്തിലുള്ള നബിദിനാണ് ഇപ്പൊ അല്ല, അത് കൂടി 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 വരും. അവിടെയുള്ള ഖുർആനുണ്ട്. അവിടെ നബിയെ, അങ്ങയുടെ കീർത്തി, അങ്ങയുടെ സ്മരണ, അങ്ങയുടെ പ്രസിദ്ധി നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നു. അങ്ങനെ അള്ള പൊന്തിച്ചൊരു സാധനം ഈ ഈനാമ്പേച്ചുള്ള അത് നടക്കും? ഒരിക്കലും നടക്കൂല. ഇക്കൊല്ലം പ്രത്യേകിച്ച് 1500-ാമത്തെ നബിദിനാണ്. അടിച്ചുപോയി. അടുത്ത